ഹലോ, വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അങ്ങാടിപ്പുറം തിരുമാതാകുന്ന് പൂരം കാണാൻ പോവാണ് കേട്ടോ. ബ്ലോക്ക് കഴിഞ്ഞ് അവിടെ എത്താന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. എൻ്റെ കൂട്ടുകാരത്തിനെ കാത്തൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി. നമ്മൾ അവിടുന്ന് നേരെ പോയത് ആനയെ കെട്ടിയത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ ആന അമ്പലത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അവൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി, പക്ഷെ ഞാൻ പുറത്തിറങ്ങി നിന്നു. അങ്ങനെ ആനയും കണ്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിക്ക് ഓരോ കടകളിങ്ങനെ കാണാറുണ്ട്. പണ്ട് മുതലേ പൂരത്തിൽ വരുന്ന മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിംഗാണ്. നമുക്ക് എവിടെയും കിട്ടാത്ത അടിപൊളി സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പൂരമാണ്. വളയായാലും മാലയായാലും വേറെ പല ടൈപ്പ് സാധനങ്ങളാണെങ്കിലും കാണാൻ കാഴ്ചകളും ഉണ്ടാവും, ഷോപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇതാണ് എൻ്റെ കൂട്ടുകാരി. ഒരുപാട് സമയം എന്നെ കാത്തുനിന്ന് ക്ഷീണിച്ച് മുഷിഞ്ഞ് അവശയായ എൻ്റെ സ്വന്തം കൂട്ടുകാരി ഇതാണ്. അങ്ങനെ ഷോപ്പിങ്ങൾ ഓരോന്നോരോന്നായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് കുറച്ച് കുങ്കുമം വേണമെന്ന് പറഞ്ഞു. പക്ഷേ കുങ്കുമം നല്ല രസത്തിൽ പല കളറിലുണ്ടായിരുന്നു. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. പല കളറുണ്ടായിരുന്നു. പിന്നെ പല ടൈപ്പ് സാധനങ്ങൾ തൂക്കിയിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരതിങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ കൂമ്പാരമാക്കി വെച്ച് കിടന്നത് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് കുഴഞ്ഞ് ക്ഷീണിച്ചപ്പോൾ ഫുഡ് മുഖ്യം അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ നേരെ സർബത്ത് കഴിക്കാനാണ് പോയത്. നന്നായിട്ട് ക്ഷീണിച്ചുകൊണ്ട് ഒരു കുലുക്കി സർബത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുലുക്കി സർബത്ത് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വേറെ എന്തെങ്കിലും കഴിച്ചതിന് മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ ഒരു മോമോസും ഒരു മുളക് ബജിയൊക്കെ കഴിച്ച് വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങി. പല ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് കുപ്പിവളകൾ കാണാൻ പറ്റും കേട്ടോ. കടകളിലോ ഫാൻസിയിലോ ഒന്നും കിട്ടാത്ത നല്ല പുതിയ മോഡൽ കുപ്പിവളകൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പൂരം എന്ന് പറയുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെറിയ പൈസയ്ക്ക് നല്ല അടിപൊളി സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലങ്ങളാണ്. വെറൈറ്റി ഓഫ് കളേഴ്സിൽ വെറൈറ്റി ഓഫ് പാറ്റേൺസിലുണ്ടാവും. അത് കാണുമ്പോഴാണ് നമ്മൾ മനസ്സ് കുലുങ്ങി പോവുക. എത്ര എണ്ണം വാങ്ങിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് പോക്കറ്റ് കാലിയാവുന്നത് ഒന്നും തന്നെ അറിയില്ല. അങ്ങനെ ഞാനും 2, 3, 4 ഒക്കെ സെറ്റ് കുപ്പികൾ വാങ്ങിച്ചു. എനിക്ക് കുപ്പിവളകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുപ്പിവളകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചു. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ കാലത്തെ കുപ്പിവള കച്ചവടക്കാരെ പോലെയല്ല. അവരാരും കയ്യിലിട്ടില്ല. നമുക്കിങ്ങനെ അവർ നമ്മളെ കയ്യിൽ തന്നിട്ട് ഇട്ടോളാൻ പറയുക ചെയ്യുക. കാരണം കാലം വളരെ മോശമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സംഭവം അടിപൊളിയാണ്. ഞാനങ്ങനെ 2, 3, 4 കുപ്പികളൊക്കെ വാങ്ങിച്ചു. പക്ഷെ പല ടൈപ്പ് ഓഫ് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. മനസ്സ് ഭയങ്കര ഒരു പെണ്ണെന്ന നിലയ്ക്ക് നമുക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നും കണ്ടാൽ. അങ്ങനെ അതൊക്കെ കണ്ട് പല ടൈപ്പ് ഓഫ് 1, 2, 3, 4 സാധനങ്ങളൊക്കെ കണ്ട് വാങ്ങിച്ച് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ 5, 10 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന കീച്ചെയിൻ കാര്യങ്ങളൊക്കെ കണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വൈകിട്ടാവാറായപ്പോഴേക്കും തിരിച്ചു പോന്നു എന്നുള്ളതാണ് ഇന്നത്തെ പൂരവിശേഷ കാഴ്ചകൾ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഒരു വ്ളോഗിൽ കാണാം. ഞാൻ അപ്പോൾ തിരിച്ചു പോട്ടെ. ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണേ.